ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബഷീർ ദിന ക്വിസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദേശം ഏത്? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന്? 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാലസഖി ആദ്യം എഴുതിയത് ഏത് ഭാഷയിൽ? ഇംഗ്ലീഷിൽ. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? പ്രേമലേഖനം 1942. ബഷീർ ആകെ ഒരു നാടകം മാത്രമാണ് രചിച്ചിട്ടുള്ളത്. ഏതാണ് ബഷീർ എഴുതിയ ആ നാടകം? കഥാബീജം. ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്? കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹം. കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആര്? ജി ശങ്കരക്കുറുപ്പ്. ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേരെന്ത്? പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീർ മരിച്ചതിനു ശേഷം പുറത്തിറക്കിയ ബഷീറിൻ്റെ 3 കൃതികൾ ഏതെല്ലാം? യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേയൊരു കവിത? അനശ്വര പ്രകാശം. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരു ചെറുലേഖനം? എൻ്റെ ചരമക്കുറിപ്പ്. ബാല്യകാലസഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് ഏതു വർഷം? 1994 ഓഗസ്റ്റിൽ. ബാല്യകാലസഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? പി ഭാസ്കരൻ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ബാല്യകാലസഖി. ബാല്യകാലസഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആര്? മമ്മൂട്ടി. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്ന്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മായുടെ ആട്. ആത്മകഥാപരമായ ബഷീർ കൃതി ഏത്? ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേം പാറ്റ. പ്രേം പാറ്റ ഏത് പേരിലായിരുന്നു മാതൃഭൂമിയിൽ ഖണ്ഡശ് പ്രസിദ്ധീകരിച്ചിരുന്നത്? മരച്ചുവട്ടിൽ. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത്? ജയകേസരിയിൽ. ബാല്യകാലസഖി, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട് എന്നീ കൃതികൾ ഇംഗ്ലീഷിൽ ഒറ്റ പുസ്തകമായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര്? മീ ഗ്രാൻഡഡ് ആഡ് ആൻ എലിഫന്റ്. 1990 ബഷീറിനെ വല്ലാതെ മുറിപ്പെടുത്തിയതും മലയാള സാഹിത്യ ലോകത്തൊരു കൊടുങ്കാറ്റായി മാറിയതുമായ ഒരു സംഭവമുണ്ടായി.
ഒരു പുസ്തകം. ആരാണതിന് ഇടയാക്കിയത്? ഏതാണ് ആ പുസ്തകം? ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. അക്കാലത്ത് ഈ പുസ്തകത്തിന് മറുപടിയായി EM അഷ്റഫ് രചിച്ച കൃതി ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്നതായിരുന്നു ബഷീറിൻ്റെ തത്വശാസ്ത്രം. ഇത് തെളിയിക്കുന്ന കഥ ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. പ്രശസ്ത കവി ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ചു ബഷീർ എഴുതിയ കൃതി ഏത്? ഒഴിഞ്ഞ വീട്. ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ ഏത്? തേന്മാവ്. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കൃതി ഏത്? തേന്മാവ്. ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതി ഏത്? നേരും നുണയും. ബഷീറിൻ്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏത്? പാത്തുമ്മയുടെ ആട്. പട്ടം താണുപിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാംഗ നാടകമേത്? പട്ടത്തിൻ്റെ പേക്കിനാവ്. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ടത് ആര്? ബാലാമണിയമ്മ. ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ ഏത്? ജന്മദിനം. ബഷീർ എഴുതിയ ജീവചരിത്രം ഏത്? MP പോൾ. ബാല്യകാലസഖിക്ക് അവതാരിക എഴുതിയതാര്? MP പോൾ. ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവലേത്? മാന്ത്രിക പൂച്ച. മണ്ടൻ മൂത്താപ്പ എന്ന കഥാപാത്രമുള്ള ബഷീറിൻ്റെ കൃതി ഏത്? മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ.